ഷിംലയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത്. ആ പബ്ലിക് ടോയ്ലറ്റ് കയറിയതിൻ്റെ നാറ്റം ഇപ്പോഴും മാറിയിട്ടില്ല. അതിൻ്റെ പുറത്തൊരാൾ ഇരുന്നിട്ട് അതിന് പൈസ മേടിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അയാൾക്കൊന്നത് വൃത്തിയാക്കിയിട്ടൂടെ? എങ്ങനെ ഇത്രയും വൃത്തിഹീനമായ രീതിയിലാണ് നമ്മളെ നാട്ടിലുള്ളവർ തന്നെ കൊണ്ടു നടക്കുന്നത്. ഇപ്പം നമ്മൾ നാട്ടുകാരൊക്കെ ആയതുകൊണ്ട്, ഇന്ത്യക്കാരൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ വേറെ രാജ്യത്ത്, വിദേശ രാജ്യത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരത്ര അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ വൃത്തിയാവാം. ഏറ്റവും ബുദ്ധിമുട്ട് അവിടുത്തെ ചായ കുടിക്കലാട്ടോ. എനിക്ക് ചായ ഒരു മണ്ണിൻ്റെ പാത്രത്തിലാണ് തരുന്നത്. അപ്പോൾ ആ ചായ ഈ മണ്ണിൻ്റെ പാത്രം, ആ മണ്ണിൻ്റെ ഒരു മണവും ഒക്കെ ഉണ്ടാവും. എനിക്കത്ര സുഖകരമല്ല. ഇത് ബ്രിട്ടീഷുകാർ കാലത്ത് ഉണ്ടാക്കിയ തുരങ്കമല്ല, നമ്മുടെ ഇന്ത്യക്കാരുള്ള സമയത്ത് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തുരങ്കങ്ങളിലൊന്നൊക്കെയാണ്. നമ്മൾ ഏകദേശം കസോളിൽ നിന്ന് ഇനി മണാലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ മണാലിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ മഞ്ഞുമലകളൊക്കെ നമ്മൾ കൂടുതൽ അടുത്തടുത്തായിട്ട് കാണുന്നത്. പാർവതി ആർ. ഈ പാർവതി പുത്തനാറും ഈ ആറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴായിട്ട് കൂടെ വന്ന പ്രവീണിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന് ഇതിനെപ്പറ്റി ഒരു പിടിയുമില്ല. അവനോട് ഞാൻ ചോദിച്ചു, പാർവതി പുത്തനാറ് അങ്ങനെ ആക്കിയിട്ട് വരിക. അപ്പോൾ വലിയ പിടിയില്ല, രണ്ടുപേർക്കും അറിയില്ല. അവിടെ പോകുന്ന വഴിയിലെല്ലാം അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്ഷേത്രമാണിത്. ഇത് ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേങ്കിൽ അതിനകത്ത് ഒരു വലിയ പാറയൊക്കെ ഉണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ. അതൊക്കെ എങ്ങനെയാണ് അതിനകത്ത് ഉണ്ടായതെന്നൊന്നും അറിയില്ല. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റികൾ അവിടെ ഉണ്ടാവും. ഇത് ഈ നമ്മളെ ആ ബോട്ടിൽ ഇങ്ങനെ ഇരുത്തി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഫോട്ടോ എടുക്കാനായിട്ടില്ല അവള് താഴെ ഇറങ്ങി നിന്നാൽ ഞാൻ മുകളിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് താഴേക്കൊന്നും പോകാൻ ഞാൻ നിന്നില്ല. ഒന്നാമത് വയ്യായിരുന്നു, നമുക്ക് ഭക്ഷണമൊന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിട്ടില്ല. എന്ത് കഴിക്കുമ്പോഴും ആലോചിക്കുന്നില്ല ഞാനത്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഇവർ പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്തായാലും കുളു മണാലിയൊക്കെ അല്ലേ, അപ്പോൾ മണാലിയുടെ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൻ്റെ നമ്മുടെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇവരെടുത്ത് ചോദിച്ചു, നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഹിമാചലിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ വരുമ്പോൾ ആൾക്കാരെയൊക്കെ പിടിച്ച് ചാക്യാർ കെട്ടിക്കണം ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ചാക്യാർ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ സംഭവമാണല്ലോ. അപ്പോൾ വിദേശികളൊക്കെ വരുമ്പോൾ അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ചാക്യാറിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് മീശയൊക്കെ വരച്ച് അയാളെ കൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾക്ക് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ അത്ര ഒരുപാട് പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും അവർ ഒരു ഒരു അമ്മായിയും മരുമകളോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. മകൻ്റെ ഭാര്യയും അമ്മായിയമ്മയും അവർ രണ്ടുപേരും അവരുടെ ഒരു കുടിൽ വ്യവസായം പോലെ അവരുടെ ഒരു സ്റ്റാർട്ടപ്പാണ് എന്ന് വേണം പറയാം. അപ്പോൾ അവരുടെ കമ്പനിയാണിത്. അപ്പോൾ നമ്മൾ 4 പേർക്കും ചേർത്ത് 200 റുപ്പീസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇട്ട് കണ്ടപ്പോഴൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ മണാലിയിലൊക്കെ പോയ സമയത്ത് ഇതിന് ഭയങ്കര ചാർജാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓഹോ, നിങ്ങളെ വകേന് ഡാൻസും ഉണ്ട്? ഇല്ല, ഞാൻ ഡാൻസ് കളിക്കാനൊന്നും അവസരം കൊടുത്തില്ല. കാരണം ഒന്നാമത് എൻ്റെ വയറ് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അത്രയധികം എൻ്റർടൈൻ ആക്കിയില്ല. പെട്ടെന്ന് പടപടയെന്നും പറഞ്ഞ് കുറച്ച് ഫോട്ടോസും എടുത്ത് കുറച്ച് വീഡിയോസും എല്ലാം എടുത്ത് നമ്മളങ്ങ് വിട്ടു. ഒരു പാനിയൊക്കെ കയ്യിൽ വെക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവളിപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ എടുത്തോണ്ട് വരുമെന്ന്. ഈശ്വരാ, ഇതിന്നൊരു പാനി വെള്ളം എടുക്കാത്തുള്ള 11 എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോ. അത് മോളും കൂടി ഒരുങ്ങി കേട്ടോ. വേദു ഒരുങ്ങി, ചാരു ഒരുങ്ങി, രശ്മി ഒരുങ്ങി, ദീപി ഒരുങ്ങി, എല്ലാവരും ഒരുങ്ങി ഗംഭീരമായിട്ടാണ്. ഇത് ഏകദേശം കുളു ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ മണാലിയിലേക്ക് പോവുകയാണെങ്കിൽ മണാലി പോയിട്ടൊന്നും ഇത് ചെയ്യാൻ നിൽക്കേണ്ട. ഇതൊക്കെ കുളു ഏരിയയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ കുറച്ച് പകൽ വെളിച്ചമുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അവർ പറയും അവിടെയുള്ള ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു തരും, അതാക്കിത്തരും, ഇങ്ങനെ ആക്കിത്തരും, അങ്ങനെ ആക്കിത്തരും. അതൊന്നും നിൽക്കരുത്. നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നു. നേരെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണാലിയിലേക്കാണ്. നമ്മൾ ഇന്നത്തെ സ്റ്റേ മണാലിയാണ്. മണാലി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡ്രൈവർ അണ്ണൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വെള്ളം എടുക്കുന്നുണ്ടോ. ഇത് അങ്ങ് മുകളിലുള്ള പാറയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ്. അതിൽ യാതൊരു മായവും ഇല്ല, ഒന്നുമില്ല. ഇത് വളരെ ശുദ്ധമായ വെള്ളമാണെന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി ഇതാണ്. നമ്മൾ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. നല്ല റിസ്ക്കാണ് മക്കളെ. അങ്ങനെ നമ്മൾ മണാലിയിലുള്ള നമ്മൾ താമസിക്കേണ്ടുന്ന ഹോട്ടലിലെത്തി. അവിടെ നിന്ന് കാണാം മഞ്ഞുമല.